So, hi students, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 10 ഇക്കണോമിക്സ് ചാപ്റ്റർ 2 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ആണ്. സോ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വിഷ്വൽ റെപ്രസെന്റേഷൻ എല്ലാം യൂസ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകണം. ഭയങ്കര ഈസി ആയിട്ട് ചാപ്റ്റർ പഠിക്കാൻ പോകാണ്. സോ ഈ ചാനൽ ആദ്യമായിട്ട് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അവസാനം, ആൻഡ് മനസ്സിലായാലും കമന്റ് ചെയ്യണം. സോ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. സോ ഇക്കണോമിക്സ്, അപ്പൊ എന്താണ് ഈ ഒരു ചാപ്റ്ററിലൊക്കെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എക്കണോമിക് ആക്ടിവിറ്റീസിനെയൊക്കെ പറ്റിയാണ്. സോ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? ഈ ഒരു പാരഗ്രാഫ് ഓക്കെ, സെക്ടേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ആ ഒരു പാരഗ്രാഫ് വായിക്കണമെങ്കിൽ മുമ്പ് ആദ്യം എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്ത് ആക്ടിവിറ്റി ആയാലും അത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അതിനാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. All those activities which are performed to generate income are called economic activities. So income generate ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യണോ അതെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഈ ഒരു ഫോട്ടോ നോക്കി, അഗ്രികൾച്ചർ, വെജിറ്റബിൾ സ്റ്റോർ, ലേബേഴ്സ്, ഫിഷിംഗ്, ടൈലർ, പാനിപൂരി സെല്ലിംഗ്, ബ്രിക്സ് ഫോമിംഗ്, സാരി സെല്ലിംഗ്, ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഇതെല്ലാം ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സോ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. സോ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ, ഓൺ ദി ബേസിസ് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. സോ നേച്ചർ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, എംപ്ലോയ്മെന്റ് കണ്ടീഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ആൻഡ് ഓണർഷിപ്പ് വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ആണ്. ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ എന്ന് പറയുമ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. സോ നമ്മൾ 8th and 9th പഠിച്ചിട്ടുണ്ടാവും ആൻഡ് കേട്ടിട്ടും ഉണ്ടാവും. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ഇങ്ങനെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ എന്താണിത്? നമ്മൾ ഇന്ന് ഭയങ്കര ഡീപ്പായിട്ട് ഇതെല്ലാം പഠിക്കാൻ വേണം. സോ പ്രൈമറി സെക്ടർ. സോ പ്രൈമറി സെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സെക്ടേഴ്സ് വിച്ച് ആർ ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് നേച്ചർ. നേച്ചറായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയ സെക്ടറാണ് ഇത് പ്രൈമറി സെക്ടർ. When we produce something by exploiting natural resources, it is an activity of primary sector. So നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കിയാണ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് നമ്മൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാണെങ്കിൽ അത് ഒരു ആക്ടിവിറ്റി ആണ് ഓഫ് പ്രൈമറി സെക്ടർ. When we produce something by exploiting natural resources, it is an activity of primary sector. Since most of the natural products we get are from agriculture, dairy, fishing, forestry, this sector is also good. So ഈ പ്രൈമറി സെക്ടറിൽ മോസ്റ്റ് ഓഫ് ദ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ലൈക്ക് അഗ്രികൾച്ചർ, ഡയർ, ഫിഷിംഗ്, ഫോറസ്ട്രി, ഇതെല്ലാം അഗ്രികൾച്ചർ ആയിട്ട് മെയിൻ ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ഇതിനെ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ എന്നും കൂടിയും വിളിക്കും. ഇനി ഈ പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾസ് ആണ് മൈനിങ്, അഗ്രികൾച്ചർ, ഡയറി, ഫിഷിംഗ്, ഫോറസ്ട്രി, ഇതെല്ലാമാണ് പ്രൈമറി സെക്ടറിന്റെ എക്സാമ്പിൾ. സോ പ്രൈമറി സെക്ടർ എന്താ? നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്തിന്റെ ആക്ടിവിറ്റി ആണ്? പ്രൈമറി സെക്ടറിന്റെ ആക്ടിവിറ്റി ആണ്. സോ ഇതൊക്കെ ഇടകരമല്ല. ഓക്കെ, സെക്കൻഡറി സെക്ടേഴ്സ്. It includes those activities in which we change the product of nature into new form. ഇതൊരു ആക്ടിവിറ്റി ആണ് ഇൻ വിച്ച് വി ചേഞ്ച് ദ പ്രൊഡക്റ്റ് ഓഫ് നേച്ചർ. നേച്ചറിന്റെ ഒരു പ്രൊഡക്റ്റിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് എന്ത്? സെക്കൻഡറി സെക്ടറിൽ. വെൻ നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു അതർ ഫോം ത്രൂ മാനുഫാക്ചറിങ്, ഇറ്റ് ഇസ് ആൻ ആക്ടിവിറ്റി ഓഫ് സെക്കൻഡറി സെക്ടർ. സോ ഈ നാച്ചുറൽ പ്രൊഡക്ട്സിന് എന്താ? മാനുഫാക്ചറിങ് വഴി അതിന്റെ ഫോം ചേഞ്ച് ചെയ്യാണ്. ആ ഒരു പ്രോസസ് ആരുടെ? സെക്കൻഡറി സെക്ടറിന്റെ ആണ്. അത് ആരുടെ ആക്ടിവിറ്റിയാണ്? സെക്കൻഡറി സെക്ടറിന്റെ. The secondary, ഇതാണ് ഇതിന്റെ definition. The secondary sector covers activities in which natural products are changed into other forms through ways of manufacturing that we associate with industrial activity. എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ആ ആക്ടിവിറ്റിയിലെ നാച്ചുറൽ പ്രൊഡക്ട്സിനെ നമ്മ ഒരു വേറൊരു ഫോമിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ബൈ മാനുഫാക്ചറിങ്, അത് എന്തിന്റെ ആക്ടിവിറ്റിയാണ്? അതൊരു സെക്കൻഡറി സെക്ടറിന്റെ ആക്ടിവിറ്റിയാണ്. It is a next step after primary. So primary കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ്. സോ പ്രൈമറി ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു കോട്ടന്റെ ഡ്രസ്സാണെന്ന് ചോദിച്ചു. സോ കോട്ടൺ പ്രൈമറി സെക്ടർ നേച്ചറിൽ നിന്ന് എടുത്ത് എന്നിട്ട് ഇതിന്റെ ഒരു ഫോം മാറ്റണ്ടേ, കോട്ടൺ ഡ്രസ്സാക്കണ്ടേ. അപ്പൊ ആ ഒരു ഫോം, നാച്ചുറൽ ഫോമിനെ മാറ്റാണ്. അത് ഇവിടെ നടക്കണത് സെക്കൻഡറി സെക്ടറിലാണ്. സോ ഇറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രൈമറി. The product is not produced by nature but has to be made, and therefore some process of manufacturing is essential. ഒരിക്കലും നമ്മുടെ നേച്ചർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരില്ല. സോ നേച്ചർ തരുന്ന സാധനം കൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റണം ബൈ യൂസിങ് മാനുഫാക്ചറിങ് സെക്ടറാണ്. ടേർഷ്യറി സെക്ടർ അടുത്താണ് നമ്മുടെ ടേർഷ്യറി സെക്ടർ.
After primary and secondary, there is a third category of activities that fall under tertiary sector and is different from the above two. So, primary and secondary a third category in the tertiary sector. So these are activities that helps in the development of primary and secondary sector. എല്ലാ ആക്ടിവിറ്റീസ് ഇപ്പൊ എന്ത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ അത് പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതെന്താ ടേഴ്സറി സെക്ടറാണ്. ടേഴ്സറി സെക്ടറിന്റെ ആക്ടിവിറ്റി ആണ്. These are activities that help in the development of the primary and secondary sectors. These activities by themselves do not produce a good, but they are an aid or support for the production process. ഇവര് സ്വന്തമായിട്ട് ഇവിടെ ഒരു ഗുഡ് പ്രൊഡക്ഷൻ ഒന്നും നടക്കില്ല, പക്ഷെ ഇവര് ഗുഡ് പ്രൊഡക്ഷനിൽ ഒരു സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, goods that are produced in the primary or secondary sector would need to be transported by trucks or trains. So transportation എല്ലാം നമ്മുടെ tertiary sector ആയിട്ട് വരും. ലൈക്ക് ഇപ്പൊ ഒരു ഫാം ചെയ്യുന്ന ഇപ്പൊ ഒരു പ്രൈമറി സെക്ടറിന് ഏതെങ്കിലും ഒരു ഇപ്പൊ കോട്ടൺ തന്നെ എടുക്കാം. കോട്ടൺ ഒരു ഫാമിൽ നിന്ന് എടുത്ത് അതൊരു മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണ്ടേ. ആ കൊണ്ടുവരുന്ന ആരാ? tertiary സെക്ടറിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം. സോ tertiary സെക്ടറിന്റെ ഒരു റോള് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഈ ഒരു പ്രൊഡക്റ്റിന് ഈ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കണ്ടേ. സോ ഇതിന് റീറ്റെയിൽ ഷോപ്സിലോട്ടായാലും ഹോൾസെയിൽ ഷോപ്സിലോട്ടായാലും ഷോപ്സിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ആരാ? ട്രാൻസ്പോർട്ടേഷൻ വഴി tertiary സെക്ടർ. സോ അതാണ് നമ്മുടെ tertiary സെക്ടറിന്റെ റോൾ. അപ്പൊ 3 സെക്ടറിന്റെ റോൾസ് പഠിച്ചല്ല, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, tertiary സെക്ടർ. ഇനി നാം ഈ സെക്ടേഴ്സിനെല്ലാം ഒന്ന് കമ്പയർ ചെയ്യാൻ വേണം. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, കമ്പയറിംഗ് ദ സെക്ടേഴ്സ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഹൗ ടു കാൽക്കുലേറ്റ് ഹൗ മച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ഇൻ 3 സെക്ടേഴ്സ്. ഈ 3 സെക്ടേഴ്സിലും എത്ര ഗുഡ്സ് അല്ലെ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് GDP വഴി. നമ്മൾ GDP പഠിച്ചിട്ടുണ്ടാവൂല, പക്ഷെ കേട്ടിട്ടുണ്ടാവും. GDP എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. So ഇതെന്താ സംബന്ധിച്ചാൽ the value of final goods and services produced in each sector during a particular year provides the total production of the sector for that year. So ഇത് ഏതിന്റെ ആൻസർ ആണെന്ന് വെച്ചാൽ how to calculate how much goods and services produced in 3 sectors. ഇതിന്റെ ആൻസർ ആണ് എന്ത്? എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ 3 സെക്ടർ. അതിന്റെ ആൻസേഴ്സ് ആണ് എന്ത്? വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സെക്ടർ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ provides the total production of the sector in that year. ആ ഒരു സെക്ടറിൽ ഒരു ഇയറിൽ എന്തോരം വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും എന്ത്? provides the total production of the sector for that year. And the sum of the production, ഈ എല്ലാ ഇപ്പൊ ഒരു പ്രൈമറി സെക്ടറിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ അറിയണമെങ്കിൽ അതിന്റെ ഫൈനൽ വാല്യൂ ടോട്ടൽ വാല്യൂ നോക്കിയാൽ മതി. ഇനി ഈ പ്രൈമറി സെക്ടറിന്റെ, സെക്കൻഡറി സെക്ടറിന്റെ, ടെർഷ്യറി സെക്ടറിന്റെ ഒരുമിച്ച് നോക്കിയാലാണ് കിട്ടുന്നത് ആരുടെ? നമ്മുടെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. The sum of production in the different sectors gives what is called the gross domestic product. Gross domestic product of a country. It is the value of all final goods and services produced within a country during a particular year. So gross domestic product എന്ന് വെച്ചാൽ it is the value of all final goods. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ. ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു കൺട്രിയിൽ ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP shows how big the economy is. GDP shows how big the economy is. ഇപ്പൊ ഒരു കൺട്രിയുടെ GDP കൂടുതലാണെങ്കിൽ ആ കൺട്രിയിലെ ഇക്കോണമി കൂടുതലാണ്. ഇപ്പൊ ഒരു കൺട്രിയിലെ GDP കുറവാണെങ്കിൽ ആ കൺട്രിയിലെ ഇക്കോണമിയും കുറവാണ്. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഹിസ്റ്റോറിക്കൽ സീൻസ്. നമ്മ കുറെ ഷിഫ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ആദ്യം പ്രൈമറി സെക്ടറിലാണ്, പിന്നെ സെക്കൻഡറി സെക്ടറിലായി, ടെർഷ്യറി സെക്ടറിലായി, അതൊക്കെ പഠിക്കാൻ പോവാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നാൽ ആദ്യം പ്രൈമറി സെക്ടറിലാണ്, പിന്നെ സെക്കൻഡറി, പിന്നെ തേർഡ്, ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാം. Generally, it has been noted from the histories of many now developed countries that at initial stages of development, primary sectors was the most important sectors of economic activity. Initial stages, ആദ്യത്തെ സ്റ്റേജസിലെല്ലാം പ്രൈമറി സെക്ടർ ആയിരുന്നു was the most important sector of the economic activity. Economic activityയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ടർ പ്രൈമറി സെക്ടർ ആയിരുന്നു. As the methods of farming changed and agriculture sector began to prosper, it produced much more food than before. Many people could now take up other activities. ഈ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് എല്ലാം ചേഞ്ച് ചെയ്യപ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ
അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ശരിക്കും കൂടി. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മെനി പീപ്പിൾ കുഡ് നൗ ടേക്ക് അപ്പ് അതർ ആക്ടിവിറ്റീസ്. There were increasing number of craft persons and traders. Craft persons ആയാലും traders ആയാലും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Buying and selling activities increased many times besides. There were also transporters, administrators, and army, etc. അതൊന്നും വേണ്ട. However, at this stage, most of the goods produced were national products from the primary sector, and most people were also employed in this sector. So, ഇപ്പൊ ട്രേഡ് അടക്കുകയാണെങ്കിലും മെയിൻലി ബേസ്ഡ് ഓൺ ലൈക്ക് ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സും കൊണ്ടാണ് ട്രേഡ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും അതുകൊണ്ട് എന്താ പ്രൈമറി സെക്ടറിൽ തന്നെയായിരുന്നു ഇൻവോൾവ്. പിന്നെ ഓവർ എ ലോങ് ടൈം, more than 100 years, and especially because new methods of manufacturing were introduced, factories came up and started expanding. So after a long time എന്താ നടന്നേ, factories, manufacture industries എല്ലാം വന്നു തുടങ്ങി. Those people who had earlier worked on farms now began to work in factories. In large numbers, people began to use many more goods that were produced. Okay. So ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഓവർ എ ലോങ് ടൈം, കുറെ നാളൊക്കെ കഴിഞ്ഞ് ഓവർ എ ലോങ് ടൈം പുതിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും പിന്നെ ഫാക്ടറീസ് എല്ലാം വന്നു തുടങ്ങി. ദോസ് പീപ്പിൾ ഹു ഹാഡ് ഏർലിയർ പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്ത ആൾക്കാർ എന്താ പയ്യ സെക്കൻഡറി സെക്ടർ ഏതാ ഈ ഫാക്ടറീസിലോട്ടെല്ലാം ജോയിൻ ചെയ്ത് തുടങ്ങി. Now began to work in factories in large numbers. People began to use many more goods that were produced in factories at cheap rates. ഈ ആൾക്കാരെല്ലാം ഈ നമ്മുടെ ഫാക്ടറീസ് ഒക്കെ കൂടുതൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചീപ്പായിട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് ചീപ്പായിട്ട് സെൽ ചെയ്യാനും പറ്റി. അതുകൊണ്ട് ആൾക്കാർ എന്താ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ തുടങ്ങി എവിടെ ഓൺ ഫാക്ടറി മെയ്ഡ് ഗുഡ്സ്. സോ അതുകൊണ്ട് എന്താ കൂടുതൽ നമ്പർ ഓഫ് ഫാക്ടറീസ് വരാൻ തുടങ്ങി. Secondary sector gradually became the most important in total production and employment. Hence, over time, a shift taken place. This means that the importance of the sectors had changed. So, in the past 100 years, there has been a further shift from secondary to tertiary sector in developed countries. ഇപ്പൊ നമ്മ നേരത്തെ പഠിച്ചെന്തായിരുന്നു പ്രൈമറിന്ന് സെക്കൻഡറിയിലേക്ക് മാറിയെന്നായിരുന്നു. ഇപ്പൊ നമ്മ പഠിക്കുന്നതാണ് സെക്കൻഡറിന്ന് എങ്ങനെ ടേഴ്സറിയിലോട്ട് മാറുന്നത്. സോ സെക്കൻഡറിയിലോട്ട് ആൾക്കാർ മെയിനായിട്ട് മാറാൻ കാരണം എന്താ കൂടുതൽ ഫാക്ടറീസ് വരാൻ തുടങ്ങി. കൂടുതൽ ഫാക്ടറീസ് വരാൻ കാരണം എന്താ ആൾക്കാർ ഫാക്ടറി മെയ്ഡ് ഗുഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം അത് ചീപ്പായിട്ട് അവൈലബിൾ ആണ്, ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. സോ അതുകൊണ്ട് കൂടുതൽ ഫാക്ടറീസ് വന്നു തുടങ്ങി. സോ കൂടുതൽ ആൾക്കാർ പ്രൈമറിന്ന് സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. സോ അങ്ങനെ ഒരു ഷിഫ്റ്റ് ആണ് അവിടെ നടന്നത്. ആ ടൈമിൽ പ്രൈമറിന്ന് സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ഇൻ ദ പാസ്റ്റ് 100 years there has been a further shift. Past 100 years പിന്നെയും ഒരു ഷിഫ്റ്റ് ഉണ്ടായി from secondary to tertiary. The service sector has become the most important in terms of total production. Most of the working people are also employed in the service sector. This is the general pattern observed in developed countries. So the service sector has become the most important in terms of total production. ഈ നമ്മുടെ സർവീസ് സെക്ടർ എന്താ ടോട്ടൽ പ്രൊഡക്ഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി മാറി. മോസ്റ്റ് ഓഫ് ദ വർക്കിംഗ് പീപ്പിൾ ആർ ഓൾസോ എംപ്ലോയിഡ് ഇൻ ദ സർവീസ് സെക്ടർ. വർക്ക് ചെയ്യണ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താ സർവീസ് സെക്ടറിലാണ് എംപ്ലോയ് ചെയ്തത്. ദിസ് ഇസ് ദ ജനറൽ പാറ്റേൺ ഒബ്സർവ്ഡ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഇതാണ് ഒരു ഡെവലപ്ഡ് കൺട്രീസിലെ പാറ്റേൺ. ലൈക്ക് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ എന്താ ടേഴ്സറി സെക്ടറിൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലാണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അവര് സർവീസ് അല്ലെങ്കിൽ ടേഴ്സറി സെക്ടറിലാണ് എംപ്ലോയിഡ്. അപ്പൊ അതാണ് നമുക്ക് ഈ ഹിസ്റ്റോറിക് ചേഞ്ചിൽ ഇവിടെ പഠിക്കാനുള്ളത്. ആദ്യം പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് മാറി, സെക്കൻഡറിയിൽ നിന്നിട്ട് ടേഴ്സറിയിലേക്ക് മാറി. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് വരാൻ കാരണം എന്താ? കാരണം ഫാക്ടറീസിന്റെ നമ്പേഴ്സ് എല്ലാം കൂടി. റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആൻഡ് പയ്യെ ഫാക്ടറിയിൽ നിന്നും ടേഴ്സറിയിലേക്ക്, ടേഴ്സറി എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അതാ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താ സർവീസ് സെക്ടറിലായിരിക്കും ആൾക്കാർ മെജോറിറ്റി കൂടുതലും. അതാണ് ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ പാറ്റേൺ. ഇനി നമ്മുടെ നമ്മ ഇത് പഠിച്ച് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് വന്നു, സെക്കൻഡറിയിൽ നിന്ന് ടേഴ്സറിയിലേക്ക് ഷിഫ്റ്റ് വന്നു എന്നെല്ലാം നമ്മൾ പഠിച്ച്. ഇനി സെക്കൻഡറിയിൽ നിന്ന് ടേഴ്സറിയിലേക്ക് ഷിഫ്റ്റ് വരാനുള്ള റീസൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ഗ്രാഫ് നോക്കാം. ഇത് നോക്കി, ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ എംപ്ലോയ്മെന്റ് പെർസെൻറ്റേജ് ആണ്. 1977-ലും 2017-ലും ഉണ്ടായ ഷെയർ ഓഫ്
സെക്ടേഴ്സിന് എംപ്ലോയ്മെന്റ് ആണ്. 77 to 78 എന്താ എംപ്ലോയ്മെന്റിൽ നോക്കിയാൽ 71% ഓഫ് ആൾക്കാർ എന്താ പ്രൈമറി സെക്ടറിലാണ്, ആൻഡ് 11% ആൾക്കാർ സെക്കൻഡറി സെക്ടറിലും അബൌട്ട് 18% ആൾക്കാർ ടേഴ്ഷ്യറി സെക്ടറിലായിരുന്നു. ഏത് 1977 to 1978 ആൻഡ് 2017 to 2018 ആയപ്പോ എന്താ ഈ 71 നിന്ന് 44 ഒരു ഡ്രോപ്പ് ഉണ്ടായി. കണ്ട, 71 നിന്ന് 44 ഒരു ഡ്രോപ്പ് ഉണ്ടായി. ആൻഡ് സെക്കൻഡറി സെക്ടർ ആവട്ടെ 11% നിന്ന് 25% ആയി മാറി. കണ്ട, അവിടെ ഒരു ഇൻക്രീസിങ് നടന്നേക്കണേ. 11% നിന്ന് 25% ആയി മാറി. ആൻഡ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേഴ്ഷ്യറി സെക്ടറിലൊക്കെ 18% ഉണ്ടായത് 31% ആയി മാറി. കണ്ട, ആ ഷിഫ്റ്റ് കണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച ആ ഷിഫ്റ്റ് കണ്ടില്ലേ? പ്രൈമറി സെക്കൻഡറിയിലോട്ടായി, സെക്കൻഡറി നിന്ന് ടേഴ്ഷ്യറിലോട്ടായി. ആ ഒരു ഷിഫ്റ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ടേഴ്ഷ്യറി സെക്ടർ ഇൻ പ്രൊഡക്ഷനിൽ ടേഴ്ഷ്യറി സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് കൂടാൻ റീസൺ എന്താ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Over the 40 years between 1977 to 78 and 2017 to 18, while production in all the three sectors has increased, it has increased the most in tertiary sector. The sector has emerged as the largest producing sector in India, replacing the primary sector. Why is the tertiary sector becoming so important? Now, tertiary sector എങ്ങനെ ഇത്ര ഇമ്പോർട്ടന്റ് ആയി മാറുന്നത്? There could be several reasons. So, ഇതിന് several reasons ഉണ്ട്. First, in any country, several services such as hospital, education institution, post and telegraph services, police stations, courts, village and administrative offices, ഇതെല്ലാം ബേസിക് സർവീസസ് ആണ്. ഇതെല്ലാം ഗവൺമെന്റ് തന്നെ കൊടുക്കേണ്ട സർവീസസ് ആണ്. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി? ഇതെല്ലാം ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കാരണം എന്താ സർവീസ് സെക്ടറിൽ അങ്ങനെ കുറെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഇത് നോക്കിയേ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യല്ലേ. അതുകൊണ്ട് എന്താ സർവീസ് സെക്ടറിലല്ലേ, ടേഴ്ഷ്യറി സെക്ടറിൽ ഇൻക്രീസ് നടക്കുക. These can be considered as a basic service. In a developing country, the government has to take responsibility for the provision of these services. Second, അടുത്ത റീസൺ ആണ് development of agriculture and industry lead to the development of services such as transport, trade, storage, and the like, as we have already seen, greater the development of primary. So ഇവിടെ എന്താ പറയാന്ന് വെച്ചാൽ ഫസ്റ്റ് കൂടാനുള്ള റീസൺ കാണാൻ മനസ്സിലായില്ല. ഫസ്റ്റ് ടേഴ്ഷ്യറി സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് കൂടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഗവൺമെന്റിന് തന്നെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വേണ്ടി തരാനായിട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ? ഹോസ്പിറ്റൽസ്, പോലീസ്, പിന്നെ ഏതൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെന്താ. അതുകൊണ്ട് എന്താ ഗവൺമെന്റിന് തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തരണം സർവീസ് സെക്ടറിൽ. അതുകൊണ്ട് തന്നെ സർവീസ് സെക്ടറിൽ കുറെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സെക്കൻഡ് റീസൺ ആണ് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. ഇപ്പൊ ഒരു പ്രൈമറി സെക്ടറിൽ ഡെവലപ്മെന്റ് ഉണ്ടായാലും സെക്കൻഡറി സെക്ടറിൽ ഡെവലപ്മെന്റ് ഉണ്ടായാലും ഇവർ രണ്ടുപേരും ഡെവലപ്പ് ആയാലും ടേഴ്ഷ്യറി സെക്ടറിൽ ഡെവലപ്പ് ആവും. കാരണം എന്താ, പ്രൈമറി സെക്ടറിൽ ഇപ്പൊ എന്താ പറയാ, അല്ലെ, സെക്കൻഡറി സെക്ടറിൽ കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിച്ചു. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇത് സ്റ്റോർ ചെയ്യാനും ഇതെല്ലാം ചെയ്യുന്ന ആരാ? സർവീസ് സെക്ടറാണ്. Third, as income level rise, certain sections of people start demanding many more services like eating out, tourism, shopping, private hospital, private schools, professional training, etc. So, tertiary sector അല്ലെങ്കിൽ സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കൂടാനുള്ള മൂന്നാമത്തെ റീസൺ ആണ് എന്ത്? ഇൻകം ലെവൽ. ആൾക്കാരുടെ ഇൻകം ലെവൽ കൂടുമ്പോൾ അവരുടെ സ്റ്റാർട്ട് ടു ഡിമാൻഡ് മിനിമം സർവീസ്. അവർ കുറച്ചുകൂടി കൂടുതൽ ഡിമാൻഡ്സ് എല്ലാം വെക്കും. ലൈക്ക് ഈറ്റിംഗ് ഔട്ട്, അവരെല്ലാ ദിവസം പുറത്തു പോയി ഫുഡ് കഴിക്കല്, ടൂറിസം, അവർ കറങ്ങാൻ പോകല്, ഷോപ്പിംഗ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് സ്കൂൾസ്. ആൾക്കാരൊക്കെ പ്രൈവറ്റ് സ്കൂൾസ് ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം പോകാൻ തുടങ്ങി. സോ ഇതുകൊണ്ടും എന്താ നമ്മുടെ ടേഴ്ഷ്യറി സെക്ടർ ഇംപ്രൂവ് ആയി. Fourth, over the past decade or so, certain new services such as those based on information and communication technology have become important and essential. The production of these services has been rising rapidly. So, നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെല്ലാം ഇംപ്രൂവ്മെന്റ് ഉള്ളതുകൊണ്ട് എന്തായി, നമ്മുടെ സർവീസ് സെക്ടർ, ടേഴ്ഷ്യറി സെക്ടറിൽ കുറെ ആൾക്കാർ കൂടുതൽ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയി മാറി. കാരണം മെജോറിറ്റി മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്താ ടേഴ്ഷ്യറി സെക്ടറിൽ വരാൻ തുടങ്ങി.
അടുത്തതാണ് മോർ പീപ്പിൾ എംപ്ലോയിഡ് ഇൻ പ്രൈമറി സെക്ടർ ബട്ട് ദേ കോൺട്രിബ്യൂട്ട് ലെസ് പ്രൊഡക്ഷൻ. കൂടുതൽ ആൾക്കാരും പ്രൈമറി സെക്ടറിലുണ്ട്, പക്ഷെ എന്നിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ്. അത് എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ബിക്കോസ് ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ് ഓർ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. സോ എന്താണ് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്ഡ് ആണെങ്കിൽ, ഇതൊരു പ്ലോട്ടാണ്. ഈ ഒരു പ്ലോട്ടിൽ 5 ആൾക്കാർ, ഒരു 5 പീപ്പിൾ വർക്ക് ചെയ്താൽ കിട്ടുന്നത് 100 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ആണ്. 100 റുപ്പീസ് വാല്യൂ ഉള്ളതാണ് പ്രൊഡക്ഷൻ. ഇനി അവിടെ ഒരു 10 ആൾക്കാർ വർക്ക് ചെയ്താലും അതിന്റെ വാല്യൂ 100 തന്നെയാണ്. അപ്പൊ ഈ 5 പേര് വർക്ക് ചെയ്താലും 10 ആൾക്കാർ വർക്ക് ചെയ്താലും കിട്ടുന്നത് സെയിം വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം വാല്യൂ. അതിൽ കൂടാനും ഉള്ളത് കുറയാനും പോകുന്നില്ല. സോ ഈ ഒരു കേസിൽ ഈ ബാക്കിയുള്ള 5 വർക്കേഴ്സ് ഇല്ലേലും അവിടെ കുഴപ്പമില്ല. ഇതാണ് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. For instance, take the case of small farmer Lakshmi owning about. സോ ഞാൻ ഈ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയണേ. ഒരു ഫാമിലിയിലുള്ള എല്ലാവരും ഒരു ഒരു പ്ലോട്ടിൽ എൻഗേജ് ആണ്. ആൻഡ് ആ ഒരു പ്ലോട്ടിൽ 5 പേർ ആൾക്കാരുള്ളൂ. പക്ഷെ 10 പേരുള്ള ആ ഫാമിലിയിൽ 10 പേരുണ്ട്. ആ 10 പേര് അതിൽ കയറിയിട്ട് കിട്ടാൻ പോണ പ്രൊഡക്ഷനിൽ ഇൻക്രീസ് ഉണ്ടാകാൻ പോകണില്ല. പക്ഷെ ആവശ്യമുള്ള അത്രയും പേര് ആ പ്ലോട്ടിൽ നിന്നിട്ട് ബാക്കിയുള്ളവർ വേറെ ജോബിന് പോവുകയാണെങ്കിൽ ആ ഫാമിലിക്ക് എക്സ്ട്രാ ഒരു ഇൻകം കൂടി ആവും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് അൺഎംപ്ലോയ്മെന്റ്. There are lakhs of farmers like Lakshmi in India. This means that even if we remove a lot of people from agriculture sector and provide them with proper work elsewhere, agriculture production will not suffer. ഇതുപോലത്തെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ. ലൈക്ക് കുറെ പേരെ എടുത്ത് മാറ്റി വേറെ ജോബിലിട്ടാലും അഗ്രികൾച്ചറിന്റെ വാല്യൂ കുറയാൻ പോണില്ല. കാരണം ഇവരൊക്കെ എക്സസ് ആണ്. ഇവരില്ലേലും ആ ഒരു പ്രൊഡക്ഷനിൽ ചേഞ്ച് ഉണ്ടാവാൻ പോണില്ല. The incomes of the people who take up other work would increase the total family income. So ഈ എക്സ്ട്രാ ഉള്ള ആൾക്കാർ വേറെ ജോബിന് പോയാലും ആ ഒരു വേറെ ജോബിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫാമിലി ഇൻകത്തിലേക്ക് ഇൻക്രീസ് ചെയ്യാന്നല്ലാണ്ട് ഇവര് ആ ഒരു പ്ലോട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ഇൻകം ഒന്നും കിട്ടാൻ പോകില്ല. അടുത്താണ് ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ്. കൂടുതൽ എംപ്ലോയ്മെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? Government can provide cheap loans to small farmers so that they can buy fertilizers, pesticide tools. So ഈ cheap loans എല്ലാം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഫാമേഴ്സിന് എന്താ, അവർക്ക് പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ടൂൾസ് ആയിക്കോട്ടെ, പുത്തൻ ടൂൾസുകൾ ആക്കിയാണെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ അവർക്ക് കുറച്ചെങ്കിലും കൂട്ടാം. സോ ഈ കൂടുതൽ എംപ്ലോയ്മെന്റ് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ചീപ്പ് ലോൺസ് പ്രൊവൈഡ് ചെയ്യണം. ഗവൺമെന്റ് ക്യാൻ കൺസ്ട്രക്ട് ന്യൂ ഡാംസ് ആൻഡ് കനാൽസ്. ഈ ഡാംസ് കനാൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ അതിൽ വർക്കിംഗിൽ തന്നെ പോകും. സോ കുറെ ആൾക്കാരെ അങ്ങനെ തന്നെ എംപ്ലോയ് ചെയ്യാൻ പറ്റും. ബൈ വിച്ച് പീപ്പിൾ വിൽ ഗെറ്റ് വർക്ക് വൈൽ കൺസ്ട്രക്ഷൻ ആൻഡ് ദിസ് ഹെൽപ് ടു ഗെറ്റ് വാട്ടർ ഫോർ ഇറിഗേഷൻ. സോ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത ഇറിഗേഷന് വേണ്ട വാട്ടറും അതിൽ നിന്ന് കിട്ടും. ഗവൺമെന്റ് ക്യാൻ ഇൻവെസ്റ്റ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോഡ് കൺസ്ട്രക്ഷൻ. ഡാം പോലെ തന്നെ ഗവൺമെന്റിന് ട്രാൻസ്പോർട്ടേഷന്റെ ഇതിൽ അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷനിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് എന്താ, റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ ആവശ്യമുണ്ട്. അങ്ങനെ കുറെ പേർക്ക് എംപ്ലോയ്മെന്റും ആവും. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ടേഷനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഗവൺമെന്റ് ക്യാൻ സെറ്റ് അപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ് സോ ദാറ്റ് പീപ്പിൾ ലിവിംഗ് ഇൻ റൂറൽ ഏരിയാസ് വിൽ ഗെറ്റ് എംപ്ലോയ്മെന്റ്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം റൂറൽ ഏരിയാസ് സെറ്റപ്പ് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ ഒരു റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താ, ആ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റും. ഗവൺമെന്റ് ക്യാൻ പ്രൊമോട്ട് ടൂറിസം. സോ ഈ ടൂറിസം പ്രൊവൈഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വരും. ആൻഡ് അവര് വരുമ്പോൾ അതിന്റെ കുറെ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഗവൺമെന്റ് ക്യാൻ അങ്ങനെ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാം. ലൈക്ക് ഇപ്പൊ നമ്മൊരു ടൂറിസ്റ്റ് പ്ലേസിൽ തന്നെ പോവുകയാണെങ്കിൽ കാണാമല്ലോ, ലൈക്ക് കുറെ ഗൈഡ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ വേറൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ എംപ്ലോയ്മെന്റ്സ് ഉണ്ടാക്കാം. ഗവൺമെന്റ് ക്യാൻ ഇൻവെസ്റ്റ് ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ. ഗവൺമെന്റിന് ഹെൽത്തും എഡ്യൂക്കേഷൻ സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താ, നമ്മുടെ എംപ്ലോയ്മെന്റ് കൂട്ടാൻ പറ്റും. സിൻസ് ഓൾ ദീസ് പ്ലാൻസ്, ഈ എല്ലാ പ്ലാൻസും നോക്കിയാൽ കാണാം അതൊക്കെ നല്ല ടൈം കൺസ്യൂമിംഗ്. ഡാം പണിയലായാലും ഇപ്പൊ റോഡ് കൺസ്ട്രക്ട് ചെയ്യലായാലും ഇതെല്ലാം ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഇതെല്ലാം പെട്ടെന്നൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, ഷോർട്ട് ടേം പ്ലാൻസ് ആയിട്ട് എന്താ ഇംപ്ലിമെന്റ് ചെയ്യണേ? മൻരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 കൂടി എഴുതണം. സോ ആ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ആക്ട് എന്ന് വെച്ചാൽ ഇത് വന്നത് 2005 ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഗവൺമെന്റ് പ്രൊവൈഡ്സ് റൈറ്റ് ടു വർക്ക്
ഗവൺമെന്റ് റൈറ്റ് ടു വർക്ക് ആണ് ഇതിലൂടെ കൊടുക്കുന്നത്. ദിസ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 625 ഡിസ്ട്രിക്ട്. ഈ പ്രോഗ്രാംസ് 625 ഡിസ്ട്രിക്ട്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു, ലോഞ്ച് ചെയ്തതായിരുന്നു. ഗവൺമെന്റ് പ്രോമിസസ് ടു പ്രൊവൈഡ് മിനിമം 100 days ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ റൂറൽ ഏരിയാസ്. സോ ഈ ഒരു ആക്ട് അനുസരിച്ച് ഗവൺമെന്റ് പ്രോമിസസ് ടു പ്രൊവൈഡ് മിനിമം 100 days ഓഫ് എംപ്ലോയ്മെന്റ്, 100 days എംപ്ലോയ്മെന്റ് റൂറൽ ഏരിയയിൽ കൊടുക്കാന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഫീസ് അല്ല, if government fails to provide employment, it will give unemployment allowances. So ഗവൺമെന്റിന് ഇപ്പൊ എങ്ങനെ എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റും, 100 days ഓഫ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അപ്പൊ ഗവൺമെന്റ് എന്താണ് അൺഎംപ്ലോയ്മെന്റ് അലവൻസസ് കൊടുക്കും. ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ആദ്യം പഠിച്ചല്ല ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ നമുക്ക് ഇതെല്ലാം ഇനിയും ക്ലാസിഫൈ ചെയ്യാം. ഓർഗനൈസ് സെക്ടർ ആക്കുക, അൺഓർഗനൈസ് സെക്ടർ ആക്കുക. മറ്റേ ക്ലാസിഫിക്കേഷൻ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ക്ലാസിഫിക്കേഷൻ നടന്ന എപ്പോഴായിരുന്നു? അത് നേച്ചർ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇത് ബേസ്ഡ് ഓൺ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ. സോ ഓൺ ദി ബേസ് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്. ഓർഗനൈസ് സെക്ടർ ഈ ഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള കമ്പനീസ് എല്ലാം രജിസ്റ്റേർഡ് ബൈ ഗവൺമെന്റ് ആയിരിക്കും, ഗവൺമെന്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. ഇവിടെ ഉള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കമ്പനീസ് ഫോളോ ചെയ്യും. ജോബ് സെക്യൂരിറ്റി, ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്താ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും. ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് പെയ്ഡ് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ്, അവർക്ക് ആ 8 hours അല്ലെങ്കിൽ ആ ഒരു ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ് അവർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓർഗനൈസ് സെക്ടർ ആണെങ്കിൽ. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഓർഗനൈസ് സെക്ടർ ആണെങ്കിൽ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. പെൻഷനും കിട്ടും, റിട്ടയർമെന്റ് വിഗറ്റ് പെൻഷൻ. ഓർഗനൈസ് സെക്ടർ ആണെങ്കിൽ ഗവൺമെന്റ് രജിസ്റ്റർ ആണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പെയ്ഡ് ഹോളിഡേ ആണ്, ഫിക്സ്ഡ് വർക്കിംഗ് അവർ ആണ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആണ്, പെൻഷൻ ഓൺ റിട്ടയർമെന്റ്. ഇനി അൺഓർഗനൈസ് സെക്ടർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതെല്ലാം ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിരിക്കൂല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ നോട്ട് ഫോളോഡ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യൂല. പിന്നെ അൺഓർഗനൈസ് സെക്ടറിൽ നിന്ന് എപ്പോൾ വേണേലും ആളെ പിരിച്ചുവിടാം. നോ ജോബ് സെക്യൂരിറ്റി, ഈ ഒരു സെക്ടറിൽ ജോബ് സെക്യൂരിറ്റി ഇല്ല. നോ പെയ്ഡ് ഹോളിഡേയ്സ്, ഇവിടെ പെയ്ഡ് ഹോളിഡേയ്സ് ഇല്ല. നോ ഫിക്സ്ഡ് വർക്കിംഗ് അവേഴ്സ്, ഇവർക്കൊരു ഫിക്സ്ഡ് വർക്കിംഗ് അവർ ഇല്ല. ഇപ്പൊ ഒരാൾ ഇത്ര നേരം നിൽക്കാൻ പറഞ്ഞാൽ അവർക്ക് അത്ര നേരം നിൽക്കേണ്ടി വരും, അവർക്കൊരു ഫിക്സ്ഡ് വർക്കിംഗ് അവർ ഇല്ല. നോ പെൻഷൻ ഓൺ റിട്ടയർമെന്റ്, അൺഓർഗനൈസ് സെക്ടറിൽ ഒരു പെൻഷൻ ഇല്ല, റിട്ടയർമെന്റ് ടൈമിൽ പെൻഷൻ ഒന്നുമില്ല. അടുത്താണ് പൂർ വർക്കിംഗ് കണ്ടീഷൻ. സോ അൺഓർഗനൈസ് സെക്ടർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓർഗനൈസ് സെക്ടർ എന്ത് ബെറ്റർ ആണ്, എന്ത് നല്ലതാണെന്ന്. സോ ഈ ഓർഗനൈസ് സെക്ടറിൽ ജോബ് കിട്ടാൻ നല്ല ടാസ്ക് ആണ്, അതുകൊണ്ടാണ് അൺഓർഗനൈസ് സെക്ടറിൽ ആൾക്കാർ വരുന്നത്. ഓർഗനൈസ് സെക്ടറിൽ ജോബ് കിട്ടാൻ വേണ്ടിയൊക്കെ തന്നെയാണ് നമുക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് എല്ലാം നമ്മളെ പാരന്റ്സ് തരുന്നത്. സോ നമുക്കിപ്പോ ഈ ഇത് പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ലൈക് നൗ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓർഗനൈസ് സെക്ടർ ഇസ് മച്ച് ബെറ്റർ ദാൻ അൺഓർഗനൈസ് സെക്ടേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് ഇൻ ഓർഗനൈസ് സെക്ടർ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണ്, പക്ഷെ അവർക്ക് എന്താ ജോലി കിട്ടാത്ത, അവർക്ക് എന്താ ജോബ് കിട്ടാത്ത? Why don't all people start working in the organized sector? Huge shortage of jobs in the organized sector. Organized sectorലുള്ള shortage of jobs ആണ് മെയിൻ റീസൺ. പിന്നെ to work in this sector it is necessary to have good knowledge of good skills. So ഒരു ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഗുഡ് സ്കില്ല് വേണം, അല്ലെങ്കിൽ ഗുഡ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഗുഡ് നോളജ് വേണം. എല്ലാവർക്കും ഗുഡ് നോളജോ ഗുഡ് സ്കിൽസ് ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഷോർട്ടേജ് ഓഫ് ജോബ്സ് ഇൻ ഓർഗനൈസ് സെക്ടേഴ്സും ആണ് മെയിൻ റീസൺ. ഈ രണ്ട് റീസൺസ് ആണ് മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ടോപ്പിക്കാണ് ഹൗ ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് ഓഫ് അൺഓർഗനൈസ് സെക്ടർ. അൺഓർഗനൈസ് സെക്ടർ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെ അൺഓർഗനൈസ് സെക്ടറിലുള്ള ആൾക്കാരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ന് നോക്കാമാണ്. ഇൻ റൂറൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഈ ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബറേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ഷെയർ ക്രോപ്പേഴ്സ്, ആർട്ടിസൻസ്, ഇവരൊക്കെയാണ്. ഇവരെല്ലാവരും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ഗവൺമെന്റിന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ബൈ പ്രൊവൈഡിങ് ദം സീഡ്സ് ഓൺ ടൈം. അവർക്ക് ആവശ്യമുള്ള ടൈമിൽ സീഡ്സ് പ്രൊവൈഡ് ചെയ്തും, അഗ്രികൾച്ചർ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്തും, ലോൺസ് പ്രൊവൈഡ് ചെയ്തും, സ്റ്റോറേജ് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റിന് അഗ്രികൾച്ചർ ലേബേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ഷെയർ ക്രോപ്പേഴ്സ് ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി അർബൻ ഏരിയാസിലാണെങ്കിലോ ഗവൺമെന്റ് ക്യാൻ പ്രൊട്ടക്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അവരെ മാത്രമല്ല കൺസ്ട്രക്ഷൻ സൈറ്റ് വർക്കേഴ്സ്, ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്,
സ്ട്രീറ്റ് വർക്കേഴ്സ്, ഗാർമെന്റ് വർക്കേഴ്സ്, ഇവരെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഹൗ ഗവൺമെന്റ് ക്യാൻ പ്രൊട്ടക്ട് ദം ബൈ ഗിവിംഗ് റോ മെറ്റീരിയൽസ്, ബൈ ഹെൽപ്പിംഗ് ദം ഇൻ മാർക്കറ്റിംഗ്, മേക്കിംഗ് ലോസ് ആൻഡ് പോളിസീസ് വിച്ച് പ്രൊട്ടക്ട് ആൻഡ് കീപ് ദം സേഫ്. സോ ഇതിൽ പറയുന്നത് വെച്ചാൽ ഗവൺമെന്റ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ബൈ ഗിവിംഗ് റോ മെറ്റീരിയൽസ്, ബൈ ഹെൽപ്പിംഗ് ദം ഇൻ മാർക്കറ്റിംഗ്. സോ റോ മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടും പിന്നെ മാർക്കറ്റിംഗിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ലോസ് ആൻഡ് പോളിസീസ്, ഇവരെ ഹെൽപ്പ് ചെയ്യണം, ഇവരെ സപ്പോർട്ട് ചെയ്യണം. ഇവരെ ഇതിൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലോസും പോളിസീസ് എല്ലാം കൊണ്ടുവന്നുകൊണ്ട് ഗവൺമെന്റിന് എന്താ ഈ അർബൻ ഏരിയാസിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സോ റൂറൽ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്താ സീഡ്സ് കൊടുക്കല്, അഗ്രികൾച്ചർ ഇൻപുട്സ്, പ്രൊവൈഡിങ് ലോൺസ് ഇതൊക്കെയാണ്. ഇവിടെ വരുമ്പോഴാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ റോ മെറ്റീരിയൽസ് കൊടുക്കല്, മാർക്കറ്റിംഗിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ലോസ് ആൻഡ് പോളിസീസ് അവർക്ക് അക്കോർഡിംഗ്ലി ഉണ്ടാക്കുന്നത്, വിച്ച് പ്രൊട്ടക്ട് ആൻഡ് കീപ് ദം സേഫ്. അതാണ് ആ ഒരു ടോപ്പിക്. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്. നമ്മുടെ ഓണർഷിപ്പ് ഇപ്പൊ ഇത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് ഓൺ ദി ബേസ് ഓഫ് നേച്ചർ, സെക്കൻഡ് ഓൺ ദി ബേസിസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. സോ തേർഡ് വൺ ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഈസിയാണ്. പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഇത് നമുക്കറിയാവുന്ന തന്നെയാണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസും, പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നടത്തുന്നത്. അപ്പൊ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഓൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്നതാണ് പ്രൈവറ്റ് സെക്ടർ. ഇവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് വേറൊരു മോട്ടീവും ഇല്ല. എക്സാമ്പിൾ ടാറ്റ, റിലയൻസ് എക്സെട്ര. പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ, അവരുടെ മോട്ടീവ് ഒരിക്കലും പ്രോഫിറ്റ് അല്ല. അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ടു സെർവ് പീപ്പിൾ. ഈ പബ്ലിക് സെക്ടർ ഓൺഡ് ബൈ ഗവൺമെന്റ് ആണ്. Only motive is to serve people. So private sector എന്ന് പറഞ്ഞാൽ owned by an individual or a group and only motive to earn profit. ഇവരുടെ പ്രൈവറ്റ് സെക്ടറിന്റെ only motive to earn profit. എല്ലാ കമ്പനീസിന്റെയും ഐഡിയാസ് ലൈക് ടാറ്റയുടെ ഒന്നും ഐഡിയ ഒരിക്കലും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ മാത്രമല്ല. പക്ഷെ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ മോട്ടീവ് എന്ന് വെച്ചാൽ ഏൺ പ്രോഫിറ്റ് ആണ്. പബ്ലിക് സെക്ടറിന്റെ കാര്യവും ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കമ്പനീസ് ആയതുകൊണ്ട് ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സെർവ് പീപ്പിൾ, ആൾക്കാരെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ മെയിൻ. സോ ഈ ഒരു ചാപ്റ്ററിലാക്കി ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ, ഭയങ്കര ഈസി ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ ഡയഗ്രാംസ് ഇതെല്ലാം യൂസ് ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് പഠിച്ച്. മനസ്സിലായാലും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ടാറ്റ.